ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. ഇന്ന് എല്ലാവർക്കും ഫ്രീ ഡേ ആയതുകൊണ്ട് എവിടെയെങ്കിലും പോകാമെന്ന് പ്ലാൻ ഇട്ടപ്പോഴാണ് സിറ്റി സെൻറ്ററിൽ വേൾഡ് മ്യൂസിയം ഉള്ളവരെ ഓർമ്മ വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, റെഡിയായി ഇറങ്ങി. ഇന്ന് ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. മഴ ആയതുകൊണ്ട് അഫ്രം മരവിച്ചിരിപ്പുണ്ട്. ഇതാണ് ലിവർപൂൾ സിറ്റി സെൻറ്റർ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് ലിവർപൂൾ 9 സ്ട്രീറ്റ് സ്റ്റേഷൻ. ഞാൻ ലണ്ടനിൽ നിന്ന് വന്നപ്പോൾ ഈ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. റൈറ്റ് സൈഡ് എൻട്രൻസ് ലൈബ്രറിയുടേതും ലെഫ്റ്റ് സൈഡ് എൻട്രൻസ് മ്യൂസിയത്തിൻ്റെയാണ് കേട്ടോ. മ്യൂസിയത്തിലോട്ട് കയറുമ്പോൾ തന്നെ കാണുന്നത് ടെറോസോറിൻ്റെ സ്കെൽറ്റനാണ് കേട്ടോ. ഫ്ലൈയിങ് ടെറോസോഴ്സ് എന്ന് പറയുന്ന പേരാണ് ടെറോസോസ്. ഫസ്റ്റ് ഫ്ലോറിൽ അക്വേറിയം കേട്ടോ കാണാണ്ടായിരുന്നത്. ഈ കാണുന്നതിൻ്റെ പേരാണ് മാഗ്നിഫിസൻറ്റ് സീ അനിമോൺസ്. കാണാൻ പ്ലാന്റ് പോലെ ഇരിക്കുമെങ്കിലും ഇതൊരു അനിമൽ വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്, അതും സ്റ്റാർഫിഷ് ഫാമിലിയിൽ. ഇത് അതിൻ്റെ സ്റ്റിങ്ങിങ് ടെൻറ്റക്കിൾസ് യൂസ് ചെയ്തിട്ടാണ് സ്വയം പ്രൊട്ടക്ട് ചെയ്യുന്നതും പിന്നെ ഫുഡായിട്ട് ചെറിയ മീനുകളെ ഞണ്ടുകളൊക്കെ പിടിക്കുന്നത് കേട്ടോ. അനിമോൺസ് നോക്കി നടന്നപ്പോഴാണ് ഞങ്ങൾ വേറൊരു കാഴ്ച കണ്ടത്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കാണുന്ന ഗപ്പികളാണ് കേട്ടോ. ഫ്രഷ് വാട്ടർ ആൻഡ് സീ സ്നേൽസിനെ പറയുന്നത് ഗാസ്ട്രോപോഡ്സ് എന്നാണ് കേട്ടോ. കാൽഷ്യം കാർബണേറ്റ് ഷെല്ല് കൊണ്ടാണ് അതിൻ്റെ ബോഡി പ്രൊട്ടക്ട് ചെയ്യുന്നത്. അടുത്ത ഡിസ്പ്ലേയിൽ വീണ്ടും ഒരു അനിമോൺ തന്നെയായിരുന്നു. ഇത് മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഒരു ഡിസ്പ്ലേ ആയിരുന്നു കേട്ടോ. ആ ബൗളിനുള്ളിൽ കാണുന്നത് അഫ്രയുടെ തലയാണ് കേട്ടോ. മീനുകളെ അടുത്ത് കാണാമെന്ന് പറഞ്ഞിട്ട് അതിനുള്ളിൽ കയറിയിരിക്കുന്നതാണ്. ഈ ടാങ്കിൽ നോർത്ത് ഈസ്റ്റ് അറ്റ്ലാന്റിക്കിൽ നിന്നുള്ള ലെസ്സർ സ്പോട്ടഡ് ഡോഗ് ഫിഷ്, ഈസ്റ്റ് അറ്റ്ലാന്റിക്കിൽ നിന്നുള്ള തിക് ഗ്രേ മുള്ളറ്റ്, വാലൻ റാസ്, ഗോൾഡ് സ്കിന്നി റാസ്, പിന്നെ മെഡിറ്ററേനിയൻ അല്ലെങ്കിൽ ബ്ലാക്ക് സീ എന്നുള്ള കാർഗോ ഫിഷാണ് കേട്ടോ ഉള്ളത്. അടുത്തത് ഞാനാണ് കേട്ടോ കയറിയത്. ക്ലോസപ്പിൽ കണ്ടപ്പോൾ ആമയുടെ വീഡിയോ എടുക്കാതിരിക്കാൻ കഴിയില്ല, അത്രയ്ക്ക് ഭംഗിയായിരുന്നു. ഇതിലുള്ളത് US-ലെ മിസിസിപ്പി റിവറിലെ മിസിസിപ്പി മാപ്പ് തരുന്ന ആമയും നോർത്തേൺ US-ലും പിന്നെ കാനഡയിലൊക്കെ കാണുന്ന നോർത്തേൺ മാപ്പ് തരുന്ന ആമയാണ് കേട്ടോ. ഇതാണ് യൂറോപ്യൻ ലോബ്സ്റ്റർ. ബ്രിട്ടീഷ് ഐറിഷ് കോസ്റ്റിൽ സാധാരണയായി കാണപ്പെടുന്നതാണ്. കാണാൻ സുന്ദരനാണെങ്കിലും ആൾ ഡേഞ്ചറസ് ആണ് കേട്ടോ. അക്വേറിയം കണ്ടിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഫ്ലോറിലോട്ട് പോയി. ഈ മ്യൂസിയത്തിൽ കയറാൻ പൈസയൊന്നും വേണ്ട കേട്ടോ, ടിക്കറ്റും എടുക്കണ്ട, നേരെ വന്ന് കയറിയാൽ മാത്രം മതി. ഈ ഫ്ലോറിൻ്റെ പേര് ബഗ് ഹൗസ് എന്നാണ്. എനിക്കത് താല്പര്യ ഡിപ്പാർട്ട്മെൻ്റ് അല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് എട്ടമോഫോബിയ ഉണ്ട്. സ്പ്രിൽ വെച്ചേക്കുന്ന ഇൻസെക്റ്റ് എന്തുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതെന്നുള്ള കടുത്ത ഡിബേറ്റിലാണ് കേട്ടോ അവർ 3 പേരും. ഈ കാണുന്ന ഫ്രൂട്ട് ബീറ്റിൻ്റെ ലൈഫ് സൈക്കിൾ മുട്ടയിട്ട് 4 ആഴ്ച കൊണ്ട് വിരിഞ്ഞ് 3 മാസം കൊണ്ട് അഡൽട്ട് ആവുന്നതാണ് കേട്ടോ. വെസ്റ്റേൺ സെൻട്രൽ ആഫ്രിക്കയിലാണത് കാണപ്പെടുന്നത്. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒന്നാണ് ഈ കാണുന്ന ഓറഞ്ച് ഹെഡ് കോക്രോച്ച്. ഇതിൻ്റെ ലൈഫ് സ്പാൻ 2 years ആണ് കേട്ടോ. സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്കയിലാണ് കാണുന്നത്. ഇതാണ് ഇന്ത്യൻ ഡൊമൈൻ കോക്രോച്ച്. ഇതിനെ കണ്ടാൽ ബീറ്റിലാണെന്നേ തോന്നുള്ളൂ. ഇത് കെമിക്കൽ ഫോർമേഴ്സ് യൂസ് ചെയ്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ കണ്ടത് കുറെ ബട്ടർഫ്ലൈസിനായിരുന്നു. ആഹാ, എന്താ ഭംഗി, കളർഫുള്ളായിട്ടില്ലേ. റൈറ്റ് സൈഡിൽ കാണുന്ന വൈപ്പറും ലെഫ്റ്റ് സൈഡിൽ ക്യാറ്റ് ഷാർക്കുമാണ്. ഇവിടെ ഇതെല്ലാം സ്പീറ്റിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാ ക്യാംലിയോണും ഇഗ്വാനയുണ്ട്. പിന്നെ അതും അല്ലാതെ വായിക്കൊള്ളാത്ത പേരുള്ള വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരാണ് നെപ്റ്റ്യൂൺസ് കപ്പ് സ്പോഞ്ച്. 19ാം നൂറ്റാണ്ടിലെ കുട്ടികളെ കുളിപ്പിക്കാൻ വേണ്ടി ബാത്ടബായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ഇവർ പറയുന്നത്. ഈ ഏരിയയിലോട്ട് എൻട്രി ഇല്ലായിരുന്നു കേട്ടോ. സ്റ്റാഫ് ഷോർട്ടേജ് ആയതുകൊണ്ട് ഓപ്പൺ അല്ലാന്ന് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഫ്ലോർ ഏൻഷ്യൻ കൺട്രീസിൻ്റെ ഹിസ്റ്ററി ആർട്ടിഫാക്ട്സ് ആയിരുന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് 360 ഡിഗ്രിയിലുള്ള LED സ്ക്രീൻ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കീർത്തിയുടെ വക കുരങ്ങൻ്റെ മിമിക്രി പെർഫോമൻസും കണ്ടിട്ട് അടുത്ത ഡിസ്പ്ലേയിലോട്ട് പോയി. ന്യൂജീനിയയിൽ ആദ്യകാലത്ത് മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രവും ആഭരണങ്ങളും കത്തിയൊക്കെയാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലെ വള്ളംകളി ഓർമ്മ വന്നു. നിങ്ങൾക്ക് എന്താ ഓർമ്മ വന്നേ? ഇതെല്ലാം 1000 വർഷം മുന്നേ ന്യൂസിലൻഡിലെ ആൾക്കാർ ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ അവർ പറയുന്നത്. ഇവരുടെ വിൻ്റർ ഡ്രസ്സ് കണ്ടപ്പോൾ ഞാൻ കരുതി സ്പേസിൽ പോലുള്ള ഡ്രസ്സായിരിക്കുമെന്ന്. ഇതാണ് ഒക്കോക്കോ മാസ്കും ഒക്കരാസിയ മാസ്കും. ഒക്കോക്കോ സൊസൈറ്റി നൈജീരിയയിൽ ലോ ആൻഡ് ഓർഡർ 1902 കാലഘട്ടം നോക്കിയിരുന്ന കമ്മ്യൂണിറ്റിയാണ്. ഒക്കോരാസിയ ഫീമെയിൽ സുന്ദരായ വാട്ടർ സ്പിരിറ്റും എന്നാൽ മെയിൽ അഗ്ലി ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഈ മ്യൂസിയത്തിൽ ബ്രിട്ടീഷ് മ്യൂസിയം പോലെ അല്ലാതെ മമ്മികൾക്ക് സെപ്പറേറ്റ് റൂം തന്നെയുണ്ട്. മമ്മി റൂം എന്നാണ് ഇതിൻ്റെ പേര്. കുറേ കോഫിൻസ് മമ്മീസ് എല്ലാം അവിടെയുണ്ട്. 1580 തൊട്ട് 1450 BC-യിലത്തെയാണ് ഇതെല്ലാം. 1889 തൊട്ട് 99 കാലയളവിലാണ് ഇതെല്ലാം എക്സ്കവേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഞാനിപ്പോൾ ഒരു ടൂർ ഗൈഡ് ആയോ എന്ന് എനിക്ക് സംശയം. എനിക്ക് ഇവിടുത്തെ മ്യൂസിയം കണ്ടപ്പോൾ നാട്ടിലത്തെ നമ്മുടെ മ്യൂസിയത്തിൻ്റെ അവസ്ഥയാണ് ഓർമ്മ വന്നത്. ഇതിൻ്റെ 7 അയൽവക്കത്തെ എത്തുമെന്ന് ചോദിച്ച പോലെ എനിക്കറിയില്ല. അവിടെ കയറാൻ ഫീ കൊടുക്കണമെങ്കിലും ഇത്രയും അപ്ഡേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും എങ്ങനെ ഒരു മ്യൂസിയം ആയിരിക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഇവിടെ കയറാൻ ഫീ വേണ്ടെങ്കിലും പ്ലാനറ്റോറിയം ഒഴികെ ബാക്കി എല്ലായിടത്തും നമുക്ക് ആക്സസ് ഉണ്ടായിരുന്നു. പ്ലാനറ്റോറിയം കാണാൻ 4 പൗണ്ടേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയതുകൊണ്ടാണ് കാണാൻ പറ്റാതിരുന്നത്. അല്ലെങ്കിൽ ഉറപ്പായിട്ട് മിസ്സാക്കില്ലായിരുന്നു. കാരണം ഇവിടുത്തെ ഓരോ ഫ്ലോറും നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആക്കും. ഇത് കണ്ടോ, ഒറിജിനൽ ആണെന്ന് തോന്നാതെ വിധം ഡ്യൂപ്ലിക്കേറ്റ് ആണ്.
ജുറാസിക് വേൾഡ് പടം എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കൂടെ ഒന്ന് ഓടിപ്പോയവർ എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ. ലാസ്റ്റ് ഫ്ലോറിൻ്റെ തുടക്കം എക്സൈറ്റിംഗ് ആയിരുന്നെങ്കിലും പിന്നെ അങ്ങോട്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് അല്ലായിരുന്നു. കാരണം ഫിസിക്സ് പണ്ടേ ഞാൻ വെറുത്തു പോയതാ. എന്തോ ഞങ്ങൾ തമ്മിലങ്ങനെ സെറ്റായി പോകാറില്ല. കണ്ടപ്പോൾ ക്ലോക്കാണെന്ന് മനസ്സിലായെങ്കിലും ഇതിൻ്റെ ഗുട്ടൻസ് അറിയാതെ നോക്കി നിന്നപ്പോഴാണ് കീർത്തി എന്തിലോ പിടിച്ച് നിൽക്കിയത്. സാധനം ഓടിയിട്ടോ. പിന്നെ അങ്ങോട്ട് സാറ്റലൈറ്റായി, സ്പെക്ട്രോസ്കോപ്പായി, ടെലസ്കോപ്പായി, സെതസ്കോപ്പായി. അയ്യോ, അത് ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നതല്ലേ? ഇതാ ഞാൻ പറഞ്ഞ ഫിസിക്സ് എനിക്ക് പറ്റില്ലാത്ത പണിയാണ്. സ്പെക്ട്രോസ്കോപ്പിൻ്റെ ഭംഗി കണ്ട് എനിക്ക് കണ്ടെടുക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ടാൽ പുതുതായി തോന്നുമെങ്കിലും 1881 ടെലസ്കോപ്പാണ്. വില്യം എഡ്വേർഡ് വിൽസൺ സെലസ്റ്റിയൽ ഒബ്ജക്ട്സിൻ്റെ ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ വേണ്ടിയിട്ട് 19th സെഞ്ച്വറിയിൽ യൂസ് ചെയ്തിരുന്നതാണ് കേട്ടോ അത്. ഇതിൻ്റെ പേര് ദ ലിവർപൂൾ സൈക്ലോട്രോൺ എന്നാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായുള്ളൂ കേട്ടോ. വേറെ എന്താണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അത് പണ്ടത്തെ ആസ്ട്രോണമിക്കൽ ഇൻസ്ട്രുമെൻസിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ നിന്ന് എൻ്റെ കിളി പാറുമെന്ന്. See you next video. Bye bye.